കഥ താളം തെറ്റിയവൻ്റെ വിലാസക്കുറിപ്പ്. രചന ശ്രീ അങ്ങാടിക്കൽ രാജൻ. മത്തായി നാട്ടിൽ അറിയപ്പെടുന്ന ആളായിരുന്നു. നാട്ടുപ്രമാണി. കഠിനമായ തീരുമാനങ്ങളും ഉറച്ച അഭിപ്രായങ്ങളും പറഞ്ഞ് കൂട്ടായ്മകളിൽ മുന്നിൽ നിന്നിരുന്ന ആൾ. എന്നാൽ അന്നത്തെ മത്തായി ഇന്നില്ല. ചായക്കടയിലെ മേശയിലിരുന്ന് പത്രം മറിച്ചും തിരിച്ചും വായിച്ച് രാജ്യത്തിൻ്റെ അവസ്ഥ ഇങ്ങനെയായി പോയി എന്ന് തുടങ്ങി നമ്മുടെ നാട്ടുകാർക്ക് ബോധമില്ല എന്ന് അവസാനിപ്പിച്ച് ദിവസം തള്ളി നീക്കുന്ന ഒരാളായി മത്തായി മാറിയിരുന്നു. അയാളുടെ ചുറ്റും കൂട്ടം കൂടും ചെറുപ്പക്കാർ വരെ. മത്തായിച്ച, ഇന്നത്തെ വാർത്തയിൽ എന്താ പറയുന്നത് എന്ന് ചോദിച്ചാൽ അദ്ദേഹം താടി തലോടിക്കൊണ്ട് ചിരിക്കും. എല്ലാം പൊളിയാണേ മക്കളെ, നാടിന് താളം തെറ്റി. പക്ഷെ താളം തെറ്റിയത് നാടിനല്ലായിരുന്നു, മത്തായിയുടെ ജീവിതമായിരുന്നു. അവൻ്റെ വീട്ടിൽ ഭാര്യ മറിയാമ്മയും 2 പെൺമക്കളും. മക്കൾ വളർന്നു പഠിച്ച് വിവാഹപ്രായം എത്തിയപ്പോൾ മത്തായി തൻ്റെ പഴയ ബംഗ്ലാവിൻ്റെ പിന്നിലെ തോട്ടവും വൃക്ഷങ്ങളും വിറ്റു. മക്കളുടെ ഭാവിക്ക് ഇതൊക്കെ ചെലവായാൽ വിഷമമില്ല എന്നായിരുന്നു അന്ന് പറഞ്ഞത്. പക്ഷേ 2 വിവാഹങ്ങൾ കഴിഞ്ഞപ്പോൾ കൈവശം ഒന്നുമില്ലാതായി. മറിയാമ്മയുടെ മുഖത്ത് നിശബ്ദമായ ഭയം വന്നു. നമ്മൾ ഇനി എങ്ങോട്ടാ മത്തായി എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ചായക്കടയിലേക്കുള്ള വഴി നോക്കി പറഞ്ഞു, അറിയില്ല മറിയേ, പക്ഷേ ഒന്നെങ്കിലും തീർച്ച, വീട്ടിലിരുന്ന് വിഷമിച്ചാൽ കാര്യമില്ല. ആ രാത്രിയായിരുന്നു മത്തായി നാട് വിട്ടത്. ഒരു പഴയ തുണിക്കുപ്പായം ചുമന്ന് പഴയ ബാഗിൽ പത്രക്കഷ്ണങ്ങളും വിലാസങ്ങളും വെച്ചുകൊണ്ട് പാതയിലൂടെ നടക്കാനിറങ്ങി. വർഷങ്ങൾ കടന്നുപോയി. നാട്ടുകാർ പറയുമായിരുന്നു, മത്തായി വിദേശത്ത് പോയി വലിയ ബിസിനസ്സുകാരനായി. ചിലർ പറയും, അവൻ ഇനി തിരികെ വരില്ല. പക്ഷെ യാഥാർത്ഥ്യം മറ്റൊന്നായിരുന്നു. ഒരു മഴയുള്ള വൈകുന്നേരം കോട്ടയം ബസ് സ്റ്റാൻഡിനരികിൽ പഴകിയ തൊപ്പിയും ചുരുണ്ട പത്രവും കയ്യിലേന്തിയ ഒരു വൃദ്ധൻ ബെഞ്ചിലിരിക്കുന്നുണ്ടായിരുന്നു. അത് മത്തായി ആയിരുന്നു. ചെറുപ്പക്കാർ ചായ കുടിച്ച് തിരിച്ചുപോയി. ആരും അവനെ തിരിച്ചറിഞ്ഞില്ല. അവൻ പത്രം മടക്കി നോക്കി. അതിലൊരു പരസ്യം. മത്തായിയുടെ പഴയ വീടിന് പുതിയ ഉടമസ്ഥർ ആവശ്യമാണ്. വിലാസം ചിത്തിര വില്ല, മംഗലാപുരം. അവൻ ചിരിച്ചു. അതായിരുന്നു അവൻ്റെ വിലാസം. ഒരിക്കൽ സ്വന്തം പേരിൽ ഉണ്ടായിരുന്നത് ഇപ്പോൾ അത് മറ്റൊരാളുടേതായി മാറിയിരിക്കുന്നു. താളം തെറ്റിയതൊന്നും നാടല്ല, ഞാൻ തന്നെയാ എന്ന് മത്തായി ചെറിയ ശബ്ദത്തിൽ പറഞ്ഞു. മഴത്തുള്ളികൾ പത്രത്തിൽ വീണു അച്ചടിമഷി തെളിഞ്ഞ അക്ഷരങ്ങൾ പടർന്നുപോയി. അതുപോലെ മത്തായിയുടെ ജീവിതത്തിലെ വിലാസങ്ങളും പടർന്നുപോയി, തിരിച്ചു കിട്ടാത്തവയായി. അവൻ എഴുന്നേറ്റു. ബസ് സ്റ്റാൻഡിലെ മതിലിൽ ചേർത്ത് എഴുതിയിരുന്നു, താളം തെറ്റിയവൻ്റെ വിലാസം ഇല്ല, എവിടെയുമില്ല.